വെൽക്കം ടു ഫുഡ് ടാഗ്. നല്ല മൊരുമൊരാന്നുള്ള റിബൺ പക്കോട ആർക്കാ ഇഷ്ടമില്ലാത്ത, അതും ഒരുപാട് കട്ടിയില്ലാതെ നല്ല സന്നത്തിലുണ്ടാക്കിയത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഫേവറേറ്റാണ് ഈ ഒരു റിബൺ പക്കോട. ചായയുടെ കൂടെ കഴിക്കാനും അതുപോലെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഒരു ബൗൾ എടുത്തിട്ട് അതിന് മുകളിലൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇടിയപ്പപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കടലമാവാണ്, അതൊരു കപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ പൊട്ടുകടല പൊടിയാണ് വേണ്ടത്. ഇതാണ് പൊട്ടുകടല. ബിഗ്നേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിലായി പറയണേ കേട്ടോ. അപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തത് 1/2 കപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക. ഇതിൻ്റെ റേഷ്യോ ഓർക്കാനായിട്ട് വളരെ എളുപ്പമാണ്. 2:1:1/2 അതാണ് ഇതിൻ്റെ റേഷ്യോ. അപ്പോൾ ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ ക്വാണ്ടിറ്റിയും ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത എള്ളും ചേർക്കാം കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ ബട്ടർ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനിടയിലാണ് എനിക്ക് ഓർമ്മ വന്നത് മെയിനായിട്ടുള്ള ഒരു കാര്യം ചേർത്തില്ലല്ലോ എന്ന്. കടലമാവ് ഇടുമ്പോൾ എപ്പോഴും കായപ്പൊടി ഇടണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ചപ്പാത്തി പോലെ നല്ല ടൈറ്റായിട്ടുള്ള മാവാവരുത്. തൊട്ട് നോക്കിയാൽ നല്ല സോഫ്റ്റായിരിക്കണം മാവ്. അപ്പോൾ ക്രാക്സ് ഒന്നും വരാതെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിരിക്കണം. അതാ കണ്ടോ, കുഴിഞ്ഞു പോണ കണ്ടോ. ഒരുപാട് വെള്ളവും ചേർക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള പക്കോടയും മുറുക്കൊക്കെ ചെയ്യണ സമയത്ത് ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ആവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സിംഗിളായിട്ടുള്ള അച്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് നമ്മൾ ഏതിലാണോ പിഴിയണേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ എണ്ണ കായാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി കാഞ്ഞിരിക്കണം കേട്ടോ എണ്ണ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതതുപോലെ പിഴിഞ്ഞു കൊടുക്കുകയാണ്. എണ്ണ പലഹാരങ്ങളെല്ലാം നമ്മൾ വളരെയധികം സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്. അതൊന്ന് സ്റ്റേബിളായ ശേഷം ചട്ടുകം കൊണ്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഉണ്ടാക്കി തീരുന്നിടം വരെ എണ്ണയുടെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കും, അതാണ്. അപ്പോൾ നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ചെയ്യണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചോളൂ. അപ്പോൾ ബബിൾസൊക്കെ നന്നായിട്ട് അടങ്ങിയ ശേഷം ഞാനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇതുപോലെ നമുക്ക് ഓരോ ബാച്ചും ചെയ്തെടുക്കാം. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് റിബൺ പക്കോട, അതേപോലെ ബട്ടർ മുറുക്ക്. ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിലെങ്കിലും ചെയ്ത് നോക്കണം. ഞാനിന്ന് കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തു. എന്നാലും പെട്ടെന്ന് ആവും കേട്ടോ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ടോ എത്ര നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിന്നായിട്ടുള്ള റിബൺ പക്കോടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ക്രിസ്പിയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ശബ്ദങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ച ശബ്ദം കേൾപ്പിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല എയർ ടൈറ്റായിട്ട് ഒരു ക്ലിങ് റാപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറിലും നന്നായിട്ട് കാറ്റ് കടക്കാത്ത രീതിയിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാലും നമുക്ക് നന്നായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു അളവിൽ ചെയ്ത് വരുമ്പോൾ ഏകദേശം 600 ഗ്രാമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ റിബൺ പക്കോട ട്രൈ ചെയ്ത് നോക്കുകയല്ലേ.
ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം ഹാപ്പിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്